സാധാരണ രീതിയിൽ ശക്തമായ മിസൈലുകളുള്ള ഒരു രാഷ്ട്രമെന്നാണ് ഇറാനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറം ലോകത്ത് ഒരു രാഷ്ട്രത്തിനും ഇതുവരെ കണ്ടെത്താനോ വികസിപ്പിക്കാനോ സാധിക്കാത്ത ഒരായുധം ഇറാന്റെ കയ്യിൽ ഉണ്ട് എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച. ഈ ആയുധമുണ്ടെങ്കിൽ അമേരിക്കക്കോ ഇസ്രയേലിനോ ലോകത്തെ ഒരു ശക്തിക്കും ഇറാനെ തൊടാൻ കഴിയില്ല എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇറാന്റെ പരമോന്നത നേതാവ് ട്രംപിനോട് പറഞ്ഞത്, ഭീഷണികളൊക്കെ അവിടെ വെച്ചേക്കുക, ഞങ്ങൾ ചർച്ചയ്ക്കില്ല, യുദ്ധമാണ് വേണ്ടതെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന സൂചന തന്നെയാണ്. അതായത് ഞങ്ങൾ ചർച്ചകളല്ല, യുദ്ധമെങ്കിൽ യുദ്ധം തന്നെ എന്ന രീതിയാണ് ഈ മറുപടിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇറാന്റെ നാവികസേന മേധാവി ഒരു പ്രസ്താവന പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ലോകത്ത് ഒരു രാഷ്ട്രത്തിനും ഇല്ലാത്ത ശക്തമായ ആയുധം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ ശത്രുക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇറാൻ എന്ന്. ഇറാൻ ഈ പറയുന്നതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണോ എന്ന് അന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അതിലുപരി ഇറാൻ എന്നതിലുപരി അമേരിക്കയുടെ സ്പോക്സ്മാനും ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇറാന് പ്ലാസ്മ വെപ്പൺസ് ഉണ്ടോ എന്നതാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്ലാസ്മ വെപ്പൺസ് അത് ആണവായുധത്തെക്കാൾ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. ഏതൊരു ലക്ഷ്യത്തെയും ഉടനെ നിമിഷങ്ങൾക്കകം കത്തിച്ചു കളയാനും ചാമ്പലാക്കി കളയാനും സാധിക്കുന്ന ഒരു ടെക്നോളജിയാണത്. EMP ടെക്നോളജിയോട് സമാനമായ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് പൾസുകൾ തന്നെയാണ് ഇതിലും ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് ഒരു യുദ്ധവിമാനമാവട്ടെ ഡ്രോണുകളാവട്ടെ ഏത് ലക്ഷ്യങ്ങളും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു കൃത്രിമ ഉപഗ്രഹം വരെ തകർക്കാനും അതിനെ കരിച്ചു കളയാനും ഈ പ്ലാസ്മയ്ക്ക് സാധ്യമാണ് എന്നതാണ് ഇത് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി അമേരിക്കക്കും ഇസ്രയേലിനും ഒക്കെ മാറുന്നത്. സ്പോക്സ്മാനോട് ചോദിക്കുകയാണ് റെസ്പോൺസ് ക്വസ്റ്റ്യൻ അബൌട്ട് ഇറാൻസ് പ്ലാസ്മ വെപ്പൺസ് ടെക്നോളജിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ അതൊരിക്കലും നിഷേധിക്കുന്നില്ല. ഇറാൻ ഹാസ് പ്ലാസ്മ വെപ്പൺസ്, വി ഹാവ് സീൻ ഇറ്റ് ഫ്രം നാസ സാറ്റലൈറ്റ്. ഞങ്ങൾ നാസയുടെ സാറ്റലൈറ്റ് മുഖേന അത് കണ്ടെത്തിയിട്ടുണ്ട്. ഇറാന് അങ്ങനെ ഒരു സംവിധാനമുണ്ട് എന്നത് ഞങ്ങൾ കണ്ടെത്തിയ കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആണവായുധത്തെയും ഇതിനെയും വ്യത്യസ്തമാക്കുന്നത്, ആണവായുധം ഒരുപാട് ആളുകളെ കൊന്നെടുക്കും, പക്ഷേ ഇതാരെയും കൊല്ലുന്നില്ല. പക്ഷേ ഏതൊരു ഉപകരണത്തെയും അതിന് നിമിഷ നേരം കൊണ്ട് കരിച്ചു കളയാൻ സാധിക്കും. ഇതിന് ഏകദേശം പ്രകാശ വേഗതയുടെ അത്ര തന്നെ സ്പീഡുള്ളത് കൊണ്ട് ഒരു ലക്ഷ്യം ഏറ്റവും വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലോ അല്ലെങ്കിൽ ഒരു യുദ്ധവിമാനോ ഏതോ ആകട്ടെ, അതിന് നേരെ ആ സെക്കൻഡിൽ തന്നെ അത് ഇവിടെ നിന്ന് പ്ലാസ്മ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ, വെപ്പൺ ഉപയോഗിക്കുമ്പോൾ ആ നിമിഷം തന്നെ സെക്കൻഡിൽ തന്നെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുകയും അതിനെ കരിച്ചു കളയാനും ഇതിന് സാധിക്കുന്നത് തന്നെയാണ്. എന്നാൽ അമേരിക്ക ഇപ്പോൾ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം, ഈ ഒരു വെപ്പൺ ഒരുപക്ഷെ ഇറാന്റെ സഖ്യകക്ഷികളായ ഇറാന്റെ മിലിറ്റന്റുകൾ, ഹൂത്തികൾ അടക്കമുള്ള വിഭാഗങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടോ എന്നതാണ്. അങ്ങനെ പെട്ടെന്നത് പുറത്തെടുക്കാൻ പറ്റുകയില്ല. അങ്ങനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ വലിയ വിവാദമുണ്ടാകും. കാരണം അതൊന്നും വികസിപ്പിക്കാൻ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് കഴിയില്ല. അപ്പോൾ അത് ഇറാൻ തന്നെ ആയിരിക്കും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ ഇറാനുമായി യുദ്ധത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഇത് ഉപയോഗിക്കുമോ എന്നതാണ്. അങ്ങനെ ഉപയോഗിച്ചാൽ പിന്നെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ അത് F-35 അതല്ലെങ്കിൽ അതിലേറെ ഉയർന്ന സംവിധാനങ്ങളോ അതിനൊന്നും ഒരു പ്രസക്തിയും ഈ ആയുധങ്ങൾക്ക് മുന്നിൽ ഇല്ല എന്ന് തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളിൽ ഈ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് വലിയ അപകടം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു പ്രസ്താവന ഇറാന്റെ മേധാവിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ സ്പോക്സ്മാൻ നടത്തുന്നുണ്ട്. എന്നാൽ ഇതൊരു കേവലം ഒരു സൈക്കോളജിക്കൽ വാറാണോ എന്നതും, ഇറാൻസ് പ്ലാസ്മ വെപ്പൺസ് എ റിയൽ ക്ലൈം ഓർ സൈക്കോളജിക്കൽ വാർഫെയർ, ഇതൊരു സൈക്കോളജിക്കൽ യുദ്ധമാണോ, ഇറാനെതിരെ മറ്റു രാഷ്ട്രങ്ങളെല്ലാം തിരിച്ചുവിടുക, ലോകത്തെ ആർക്കും വികസിപ്പിക്കാൻ പറ്റാത്ത വലിയ ശക്തമായ ആയുധം വികസിപ്പിച്ചിട്ടുണ്ട്, ഇറാൻ ഒരു വലിയ ഭീഷണിയാണ് എന്ന് മിഡിൽ ഈസ്റ്റിലും അതുപോലെ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ പ്രചരിപ്പിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയാണോ ഇത് എന്നതും ഇവിടെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായിരുന്നാലും ഇറാന്റെ മേധാവി ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, ലോകത്തെ ഒരു രാഷ്ട്രത്തിനുമില്ലാത്ത ആയുധം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ്. ഇത് ഇത്തരം കാര്യങ്ങളിലേക്ക് തന്നെയാണ് സൂചന നൽകുന്നത്. ആണവായുധം മറ്റു രാഷ്ട്രങ്ങൾക്കുണ്ട്, പക്ഷേ ലേസർ ടെക്നോളജികളും മറ്റു രാഷ്ട്രങ്ങളിലൊക്കെയുണ്ട്. പക്ഷേ ഈ പ്ലാസ്മ വെപ്പൺസ് ഇത് ലോകത്ത് ഒരു രാഷ്ട്രത്തിനും, ഒരു വൻകിട രാഷ്ട്രങ്ങൾക്കും ഇത് വികസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇറാൻ അങ്ങനെ വികസിപ്പിക്കുമോ എന്നത് ഒരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. പക്ഷെ ഉണ്ട് എങ്കിൽ അത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒക്കെ എല്ലാ സ്വപ്നങ്ങളെയും തകർത്ത് കളയുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.